അപ്പോൾ കൊച്ചിയിൽ നിന്ന് ഓഗസ്റ്റ് 11 ഞാൻ യാത്ര പുറപ്പെടാനാണ് തീരുമാനിച്ചത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഓഗസ്റ്റ് മാസം നമുക്കറിയാമല്ലോ, കേരള ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട കുറേ ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. കേരളം പ്രളയത്തിൽ നീങ്ങിയ നാളുകളാണത്. ഓഗസ്റ്റ് 11 പുലർച്ചെയാണ് എനിക്ക് പോകേണ്ടത്. ഓഗസ്റ്റ് 10 വൈകിട്ടൊക്കെ ആയപ്പോഴേക്കും ഞാൻ കാണുന്ന അല്ലെങ്കിൽ ഞാൻ അറിയുന്ന വാർത്ത, നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ റൺവേയിലേക്ക് വെള്ളം കയറിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞാൻ ആകെ ഭയന്നു. എൻ്റെ യാത്ര മിക്കവാറും മുടങ്ങിയെന്ന് തന്നെ തീരുമാനിച്ചു. കാരണം മറ്റൊരു എയർപോർട്ടിൽ നിന്നും ടിക്കറ്റ് കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോർട്ട് നോട്ടീസിൽ ഒരു ദിവസം മുമ്പ് നമുക്കിത് ഷെഡ്യൂളിൽ മാറ്റാൻ കഴിയില്ല. തന്നെയുമല്ല, അബുദാബിയിൽ നിന്ന് ബെൽഗ്രേഡിലേക്കുള്ള സെക്കൻഡ് ലെഗ് ഓഫ് ഫ്ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതും ക്യാൻസൽ ആവേണ്ടി വരും. അപ്പോൾ ഞാൻ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ഞാൻ വിളിച്ചു. അവിടുത്തെ PRO ജയൻ എൻ്റെ ഒരു സുഹൃത്താണ്. അപ്പോൾ ജയനോട് ചോദിച്ചു, ഇതെങ്ങനെയാണ് നിങ്ങൾ എയർപോർട്ട് അടയ്ക്കാൻ പോവുകയാണെന്നാണല്ലോ വാർത്തകൾ കാണുന്നത്. അപ്പോൾ എന്നോട് ചോദിച്ചു, എപ്പോഴാണ് ഫ്ലൈറ്റ്? ഞാൻ പറഞ്ഞു, പുലർച്ചെ 4 മണിക്കുള്ള ഫ്ലൈറ്റാണ്, എത്തിഹാദ് എയർവേയ്സാണ്. അപ്പോൾ പുള്ളി എവിടെയൊക്കെയോ അന്വേഷിച്ചിട്ട് പുള്ളി പറഞ്ഞു, ഈ ഫ്ലൈറ്റ് പോകാൻ സാധ്യതയുണ്ട്, അത് കഴിഞ്ഞേ മിക്കവാറും അടയ്ക്കുള്ളൂ. അതുകൊണ്ടൊരു കാര്യം ചെയ്തു, ഏതായാലും എയർപോർട്ടിലേക്ക് പോന്നോളൂ. ഞങ്ങൾ മിക്കവാറും എയർപോർട്ട് അടയ്ക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. പക്ഷേ ഈ എത്തിഹാദ് എയർവേയ്സും കൂടെ പോയി കഴിഞ്ഞിട്ടേ മിക്കവാറും അടയ്ക്കും, എയർപോർട്ട് ക്ലോസ് ചെയ്യുള്ളൂ. അങ്ങനെ വലിയൊരു ആശങ്കയോടെ കൂടെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ സെർബിയൻ യാത്ര ആരംഭിക്കുന്നത്. ശരിക്കും ഒരു ഭാഗ്യം അവിടെ കടാക്ഷിച്ചു. ഞാൻ അവിടെ ചെന്നു, എയർപോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം കൗണ്ടർ ഓപ്പണാണ്. എനിക്ക് ചെക്ക് ഇൻ ചെയ്യാൻ പറ്റി, ടിക്കറ്റ് ബോർഡിംഗ് പാസ് കിട്ടി. ഞാൻ അബുദാബിയിലേക്ക് പറക്കുകയും ചെയ്തു.